സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കേരള സർക്കാരിന്റെ നീക്കം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ LDF സർക്കാർ എടുത്ത ഈ തീരുമാനം കേന്ദ്രം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇതിന്റെ ആദ്യ പ്രതികരണം എന്നോണം സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് ഇനത്തിൽ കേരളത്തിന് ഉടൻ അനുവദിക്കാനിരുന്ന 300 കോടി രൂപ കേന്ദ്രം താൽക്കാലികമായി പിടിച്ചുവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ധാരണാപത്രം ഒപ്പിട്ട ശേഷം പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കേരളത്തിലെ നീക്കം ചതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം അറിയിച്ചാൽ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തടഞ്ഞുവെച്ചേക്കും. ഈ സാഹചര്യത്തിൽ കേന്ദ്രം കേരളത്തോടും പഞ്ചാബ് മോഡൽ പ്രതിരോധം തുടരുമെന്നാണ് സൂചന. കേന്ദ്രത്തിന്റെ ഈ കടുത്ത നിലപാട് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻപ് സമാനമായൊരു നീക്കം നടത്തിയത് പഞ്ചാബ് സർക്കാരാണ്. 2022 ഒക്ടോബറിലാണ് പഞ്ചാബ് കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ടത്. തുടർന്ന് 2023 ഓഗസ്റ്റിൽ സംസ്ഥാനം പിന്മാറാൻ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്കൂൾ ഓഫ് എമിനൻസ്, സ്കൂൾ ഓഫ് ബ്രില്യൻസ്, സ്കൂൾ ഓഫ് ഹാപ്പിനെസ് തുടങ്ങിയ സ്വന്തം പദ്ധതികൾ ഉള്ളതിനാൽ PM ശ്രീ സ്കൂളുകളിൽ ആവശ്യമില്ലെന്ന നിലപാടാണ് പഞ്ചാബ് സ്വീകരിച്ചത്. പിന്മാറാൻ സാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്ന് പഞ്ചാബ് സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകുകയും നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു. എന്നാൽ പഞ്ചാബിന് ലഭിച്ച കേന്ദ്രത്തിന്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനും മാത്രമേ കരാർ പിൻവലിക്കാനോ റദ്ദാക്കാനോ അധികാരമുള്ളൂ എന്ന് കേന്ദ്രം വ്യക്തമാക്കി. കരാറിലെ വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റമോ പരിഷ്കാരമോ വേണമെങ്കിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും യോജിച്ചുള്ള അനുമതിയോടെ മാത്രമേ നടത്താൻ സാധിക്കൂ എന്നും കേന്ദ്രം അറിയിച്ചു. PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നുവെന്നു പഞ്ചാബ് അറിയിച്ചതിന് പിന്നാലെയാണ് SSKയ്ക്കുള്ള 515 കോടി രൂപയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞത്. ഫണ്ട് തടഞ്ഞതോടെ പ്രതിസന്ധിയിലായ പഞ്ചാബ് 2024 ജൂലൈ 26-ന് വീണ്ടും പദ്ധതിയിൽ ചേരാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. പഞ്ചാബിൽ സംഭവിച്ച ഈ ഫണ്ട് തടയൽ മോഡൽ കേരളത്തിലും ആവർത്തിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് SSK ഫണ്ട് തൽക്കാലം അനുവദിക്കില്ലെന്ന കേന്ദ്രത്തിന്റെ നിലപാട് നൽകുന്നത്. CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് പിണറായി സർക്കാർ PM ശ്രീ ധാരണാപത്രത്തിൽ നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. മതന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാതിരിക്കാനും BJP കേന്ദ്ര നയങ്ങളുമായി സമരസപ്പെടുന്ന പാർട്ടിയായി CPM മാറുന്നു എന്ന പ്രചാരണം പ്രതിരോധിക്കാനും ഈ പിന്മാറ്റം അനിവാര്യമാണെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തി. എങ്കിലും കേന്ദ്രത്തിന്റെ കടുത്ത നിലപാട് മുന്നിൽ കണ്ട് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതിന് പകരം സിലബസിൽ ഉറപ്പുവാങ്ങി പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്രം അത്തരം ഒരു ഉറപ്പു നൽകുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുമുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന കത്തിൽ കേരളത്തിന് നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഇത് കേന്ദ്രം അംഗീകരിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സാധ്യതയും. സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ അത് ഗൗരവത്തിൽ കാണുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ രാഷ്ട്രീയം ഗൗരവത്തിൽ നിരീക്ഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പദ്ധതിയിലെ ആദ്യ ഘടുവാങ്ങി പിന്മാറാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഫണ്ട് തടയുന്നതും കരാർ പാലിക്കാത്തതിന് കടുത്ത നിലപാടുകൾ എടുക്കുന്നതും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കും. കരാർ പാലിക്കാതിരുന്നാൽ മറ്റു പദ്ധതികളെ പണം തടഞ്ഞു വെക്കാനും കേന്ദ്രത്തിന് കഴിയും. പണം നൽകിയാൽ പോലും കരാർ ലംഘനം ഉണ്ടായാൽ അത് തിരികെ ഈടാക്കാൻ കേന്ദ്രം കടുത്ത നിലപാടുകൾ എടുത്തേക്കാം. വായ്പാ തുക അനുവദിക്കലിലും കിഫ്ബി വായ്പകളിലും അടക്കം നിയന്ത്രണം കൊണ്ടുവരാനും കേരളത്തിന്റെ തുടർ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഇരിക്കാനും ഇത് കാരണമാകും. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ പ്രതിരോധ നീക്കങ്ങൾ പരിഗണിച്ച് മുഖ്യമന്ത്രി ഉടനൊന്നും പിന്മാറ്റം സംബന്ധിച്ച് കത്തയക്കില്ല എന്നും സൂചനകളുണ്ട്. മറ്റ് കേന്ദ്ര ഫണ്ടുകളെ പോലും ഇത് ബാധിക്കുമെന്നതിനാലാണ് സംസ്ഥാന സർക്കാർ അതീവ ജാഗ്രത പാലിക്കുന്നത്. ചുരുക്കത്തിൽ PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം കേരള സർക്കാരിന് രാഷ്ട്രീയ വിജയം നേടിക്കൊടുത്തെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിരോധം സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കാം. കേരളം നൽകുന്ന കത്തിനും കേന്ദ്രത്തിന്റെ മറുപടിക്കുമായി ഇനി രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും കാത്തിരിക്കുകയാണ്.